പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാടിലൂടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു നോട്ട് ബുക്ക്, പേന, നിങ്ങളുടെ സ്വന്തം ബൈബിൾ ഒരു പുൽപ്പായോ ഒരു റൂമിൽ സജ്ജീകരിച്ച്, അല്ലെങ്കിൽ ഒരു കസേര മേശ റൂമിൽ സജ്ജീകരിച്ച്, അല്ലെങ്കിൽ മുറിയിൽ തന്നെ ഒരു മൂലയിൽ ഒരു പുല്ലുപായ, ഒരു ചവിട്ടി, എന്തെങ്കിലും കാർപ്പറ്റ് ഇട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപാടിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകണം എന്ന് സിസ്റ്റർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. 3 കാരണങ്ങളാണ് നമ്മൾ ദൈവം യേശു ക്രിസ്തുവിൻ്റെ, നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് എല്ലാത്തിലും എല്ലാ വാചവും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷി എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് മിശിഹ. 4 കാര്യങ്ങൾ പറയുകയാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്. 4 കാര്യങ്ങൾ. യേശു ക്രിസ്തുവാണ് മിശിഹ, രക്ഷകൻ. പിന്നെ യേശു ക്രിസ്തുവാണ് വിശ്വസ്ത രക്തസാക്ഷി. വിശ്വസ്ത സാക്ഷി എന്ന് വെച്ചാൽ ആദ്യത്തെ രക്തസാക്ഷി, വിശുദ്ധ സാക്ഷി, രക്തസാക്ഷി. 3-ാമതായിട്ട് മൃതരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, മരിച്ചിട്ടും 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ രാജാവ്. 4-ാമതായിട്ട് ക്രൂര ഭരണങ്ങളിൽ നിന്ന്, ക്രൂര ഭരണാധികാരികൾ, രാജാക്കന്മാരുണ്ടായാലും ഇതാ ഇവിടെ പറയുകയാണ് യേശു ക്രിസ്തുവാണ് രാജാവ്. ഈ രാജാവിൻ്റെ കീഴിലാണ്, ആ രാജ്യത്വത്തിലാണ്, ആ പുരോഹിത ധർമ്മത്തിൽ പങ്കുപറ്റിയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത്. അപ്പോൾ രാജാവുണ്ട് യേശു ക്രിസ്തു. പ്രജകളായ നമ്മൾ, നമ്മുടെ ജോലി, പുരോഹിതത്തെ ജോലി എന്ന് പറയുമ്പോൾ ദൈവാരാധന, എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. ഇതാണ് നമ്മുടെ ജോലി. ഇത് മറന്നു പോകുമ്പോഴാണ് വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇടവകയിലെ, ആശ്രമങ്ങളിലെ, കോൺഗ്രിഗേഷനിലെ എല്ലാം പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങൾ വന്നു ചേരുന്നു, രോഗങ്ങൾക്ക് മീതെ രോഗങ്ങൾ വന്നു ചേരുന്നു. നമ്മൾ സഹനമായിട്ട് അത് എടുക്കുന്നു. എങ്കിൽ പോലും ചെയ്യേണ്ട ദൈവാരാധന, ചെയ്യേണ്ട ദൗത്യം ചെയ്യാണ്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. നിങ്ങളുടെ വീടുകൾ നോക്കിക്കോ. ഞായറാഴ്ച കർത്തൃദിനം ദൈവാരാധനയ്ക്ക് മാറ്റിവെക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ മറ്റ് ലോകത്തിൻ്റെ സുഖങ്ങൾ, കുടുംബം ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നു, അന്നാണ് ഒരു ഒഴിവ് കിട്ടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനപ്പുറം നമുക്ക് ഒരു തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ നിങ്ങൾ കാണണം. അതുകൊണ്ട് ക്രിസ്തു മിശിഹയാണ്, യേശു ക്രിസ്തു രാജാവാണ്. ഏത് ക്രൂര രാജാക്കന്മാരുടെ ഭരണം വന്നാലും യേശു ക്രിസ്തുവാണ് രാജാവ് എന്ന് തെളിയിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം. അപ്പം ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊരു രാജാവുണ്ട്. ആ രാജ്യത്വത്തിൽ രാജകീയ ഗണമാണ് നമ്മൾ. പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നു. ആ പുരോഹിതൻ്റെ ജോലി ദൈവാരാധനയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ സിസ്റ്റർ രാത്രി 8 മണിക്കിടുന്ന എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കടന്നു പോകുക. ഇത് ഓടിച്ച് കേൾക്കരുത്. നോട്ട് ബുക്കും പേനും വെച്ച് സിസ്റ്ററിനോടൊപ്പം ആ ഭാഗം ഉറക്കെ വായിക്കുകയും എഴുതി വെക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നൽകട്ടെ. കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.